നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്? ഹൗ ഡീപ്പ് ദേ ആർ ലവിങ് യു എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് വളരെ അമിതമായിട്ട് ഹൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതായത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ഗാഢമായിട്ടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ അത്രമാത്രം സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്ന് ഇൻഡ്യൂഷണലി ആ വ്യക്തിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതായത് നിങ്ങളോടുള്ള പ്രണയം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് ഇനിയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതായത് ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡ്, കമ്മ്യൂണിറ്റി കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു സമയത്ത് അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മേ ബി ഒരു ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു സ്ട്രെങ്ത് കിട്ടുന്ന ഒരു സമയമാണ്. ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു മറ്റ് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. ഏത് സിറ്റുവേഷനിലായിരുന്നാലും നിങ്ങളെ അവർക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഈ ഒരു സമയത്തുള്ളത്. കാരണം അത്രമാത്രം ആഴത്തിലാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും ആ ഒരു കാര്യം അവർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അഡ്ജസൻറ്റ് പോസിബിലിറ്റീസ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അവർ ഒരു അഡ്ജസൻറ്റ് പോസിബിലിറ്റി ആണ് അന്വേഷിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ മറ്റൊരു മാർഗം ആ വ്യക്തി അന്വേഷിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഏഞ്ചൽ ഓഫ് ബാലൻസ്, അതായത് ആ വ്യക്തി ഇപ്പോൾ ഇമോഷണലി ഇംബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് മേ ബി നിങ്ങളിൽ പലരും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സിറ്റുവേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കാം. പക്ഷെ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ ഒരു ഇംബാലൻസ് ആ വ്യക്തിക്ക് മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും ഈ റിലേഷൻഷിപ്പിന്റെ തടസ്സങ്ങളായിട്ട് നിയമ നടപടികൾ പോലും വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അത്തരം സിറ്റുവേഷൻസ് പോലും ഓവർകം ചെയ്യണം എന്ന് ഈ വ്യക്തി ശക്തമായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ബ്ലോസമിങ് അബണ്ടൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെക്കാവുന്നതാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഈ വ്യക്തിയെ നിങ്ങൾക്കിപ്പോൾ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു സമയമാണ്. എന്ത് തന്നെയായാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സക്സസ് ആവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു കാർഡ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മജീഷ്യൻ കാർഡും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ റിലേഷൻഷിപ്പിന് വളരെയധികം സ്ട്രെങ്ത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ അതായത് ഈ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈ വൈബ്രേഷനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിലാണ് ഈ വ്യക്തിയുടെ ലവ് എനർജി എന്ന് പറയുന്നത്, വളരെ ആഴത്തിലുള്ളതാണ്. ആ വ്യക്തി വളരെ ഡീപ്പായിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ. വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത്. നമുക്ക് ലവേഴ്സിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അതായത് നിങ്ങൾ
എത്രമാത്രം ആഴത്തിൽ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ് എങ്കിൽ പോലും നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ മിസ് ചെയ്യുന്നുണ്ടോ അതുപോലെ അതിനേക്കാളേറെ ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മേ ബി ലെറ്റ് ഗോ ചെയ്യുന്നുണ്ടാവാം. ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്താണ് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിൽ ആ വ്യക്തി വളരെ ആഴത്തില് ആഴങ്ങളിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ തിരികെ കൊണ്ടുവരണം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ആളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ലൈഫ് പാർട്ട്ണർ ആക്കണം. അങ്ങനെ അത്രത്തോളമുള്ള ആഴമേറിയ റൊമാൻറ്റിക് ഫീലിങ്സ് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താണ് ബ്ലാക്ക് മാജിക് എഫക്റ്റ് പോലെ ആ വ്യക്തിയുടെ കണ്ണ് മൂടി കെട്ടിവെച്ച പോലുള്ള ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി ഇപ്പോൾ അകപ്പെട്ടു പോയതായിട്ട് കാണുന്നുണ്ട്. മേ ബി എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ കരിയർ ഇഷ്യൂസോ കൂടുതൽ പേർക്കും ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. ആ വ്യക്തിക്ക് വളരെ പ്രതീക്ഷയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് വളരെ ഉറപ്പുള്ള ഒരു കാര്യം എന്താണ് ആ വ്യക്തിയുടെ ലൈഫിൽ ജസ്റ്റിസ് ഉണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് കിട്ടും എന്നാണ് ആ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഓക്കെ. ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണമോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമോ അല്ലേ, ഷുഡ് ഐ വെയിറ്റ് ഓർ മൂവ് ഓൺ ഫ്രം ദിസ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഇനി മുന്നോട്ട് ചെയ്യാനുള്ളത്? പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് നിങ്ങളിൽ ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും 1% പ്രതീക്ഷയുണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് നേരായി തിരികെ വരും, എല്ലാ കാര്യങ്ങളും ഓക്കെ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ കൂടുതൽ പേർക്കും ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തിക്ക് വളരെ ആഴത്തിലുള്ളൊരു റിലേഷൻഷിപ്പായിട്ട് ഇത് ഫീൽ ചെയ്യുന്നില്ല. ആ വ്യക്തി ചിലപ്പോൾ പുറമേ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന സമയത്തുള്ള സ്നേഹം മാത്രമായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ സ്നേഹത്തിൻ്റെ എനർജി വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇൻഡ്യൂഷണലി ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവാം നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള ഈ ഒരു അവഗണനകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒഴിവാക്കലുകൾ നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്.